വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 91-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 91-ാമത്തെ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. ഈശോ കൂടെ ഉള്ളപ്പോൾ ആരും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. വിശ്വസിച്ച് നമുക്ക് പറയാം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ ചിന്തയോടുകൂടി ദൈവിക സംരക്ഷണത്തോടുകൂടി നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ നമുക്കായിരിക്കാം. ഈശോയിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ തിരുവചനം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു വചനമാണ്. 7-ാമത്തെ വചനം, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും വീഴാനായിട്ട് ഇടവരികയില്ല. അതാണ്, കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നവർ വീഴും, അവർക്ക് വീഴേണ്ട സാഹചര്യമുണ്ടാവും. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ വീഴുകയില്ല. നീ വീഴാതിരിക്കണമെങ്കിൽ നിനക്ക് ആശ്രയം ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം. നീ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ നീ വീഴുകയില്ല. അതുകൊണ്ട് സങ്കീർത്തനം പറയുകയാണ്, നീ ദൈവത്തിൽ ആശ്രയിക്കുക. 91-ാമത്തെ സങ്കീർത്തനം മുഴുവൻ അത് തന്നെയാണ്. 10-ാമത്തെ തിരുവചനമുണ്ട്, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ദൈവിക സംരക്ഷണമുള്ളവൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും അവരത് അനുഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ അതുവരെയും ജോലി തടസ്സങ്ങൾ, അതുവരെയും പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദൈവം ഇടപെട്ടത് തിരിച്ചറിഞ്ഞപ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈശോയുടെ അത്ഭുതകരമായ കരമാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഓർക്കുക, നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവിക ദൂതൻ്റെ സംരക്ഷണം നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, എന്നാൽ യൂദാ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും, വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ രക്ഷിക്കും. വില്ലോ വാളോ കുതിരപ്പട്ടാളമോ ഒന്നുമല്ല, ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു സംഭവമാണ്. തോബിയാസും റഫായേൽ മാലാഹിയും സാറായുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഈ സാറായ്ക്കൊരു പ്രത്യേകതയുണ്ട്. സാറ 7 പ്രാവശ്യം വിവാഹം കഴിച്ചു. 7 പ്രാവശ്യവും അസ്മോദേവസ് എന്ന് പറഞ്ഞ പിശാച് ഈ സാറായുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുകയാണ്, സാറായുടെ കുടുംബജീവിതത്തെ തകർക്കുകയാണ്. അതുകൊണ്ട് അവൾ നിരാശപ്പെട്ട് സ്വന്തം കുടുംബത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്തൊരു ദൗർഭാഗ്യമാണ്, എന്തൊരു വേദനിപ്പിക്കുന്ന അനുഭവമാണ്. 7 വിവാഹം കഴിച്ചും 7 പ്രാവശ്യവും വിവാഹം തകർന്നു പോകുമ്പോൾ അവളുടെ കൂട്ടത്തിലുള്ള ദാസിമാർ അവളെ കളിയാക്കുകയാണ്. നീ മൂലമാണ് എല്ലാത്തിൻ്റെയും കാരണം, നീയാണ് ഇതെല്ലാ തകർച്ചയുടെ കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ റഫായേൽ മാലാഹ ഈ തോബിയാസിൻ്റെ സഹായത്തിനെത്തുന്നത്.
ഈ റഫായേൽ മാലാഖയുടെ സഹായത്തോടെ ഈ തോബിയാസ് ഈ സാറായുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ, ഇവർ മണിയറയിലേക്ക് കയറി കഴിയുമ്പോൾ, തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, അതായത് കർത്താവിൻ്റെ ദൂതൻ റഫായേൽ ഈ അസ്മോദേവസിനെ ബന്ധിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഈ മണിയറയിലേക്ക് കയറിയ ഈ സാറായുടെയും തോബിയാസിൻ്റെയും വിവാഹ ജീവിതത്തെ തകർക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ പിശാചിനെ ബന്ധിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ പിശാചിനെ ബന്ധിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയി, കർത്താവിൻ്റെ ദൂതൻ അവനെ ബന്ധിച്ചു. ഇത്രയും നാളുകൾ ഒരു കുടുംബജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചായിരുന്നു. ഈ പിശാചിനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദര, ഒരു കുടുംബജീവിതത്തെ, ഒരു വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുവാൻ പിശാച് പല വിധത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് പിശാച് വരുന്നത്, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതാണ് തിന്മയുടെ സ്വാധീനമാണ്, പിശാചിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുക, ഒരു കുടുംബജീവിതത്തെ നശിപ്പിക്കുക. ഇന്ന് പല കുടുംബങ്ങളും നശിക്കപ്പെട്ടിട്ടുണ്ട്. പലരുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിശാചാണ്. അത് മദ്യപാനത്തിലൂടെ ആയിരിക്കാം, തെറ്റായ ബന്ധങ്ങളിലൂടെ ആയിരിക്കാം, അവിശ്വസ്തതയിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ വിദ്വേഷവും വെറുപ്പിലൂടെ ആയിരിക്കാം. ഇവിടെ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ശക്തി പരാജയപ്പെടാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷണം നൽകും. നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷണം നൽകും. വീണ്ടും നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട്, 2 മക്കബായർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവമായ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. നീ വിശ്വസിക്കേണ്ടത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തെയാണ്. നിന്റെ ഒരു പ്രതിസന്ധിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ നീ തിരിച്ചറിഞ്ഞാൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ കാണും. അതാണ് കർത്താവിൻ്റെ ദൂതൻ്റെ സംരക്ഷണം. സങ്കീർത്തനം മുഴുവൻ അതാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, സിംഹവും അല്ലെങ്കിൽ പാമ്പും അല്ലെങ്കിൽ അണലിയും ഒക്കെ വന്നാൽ പോലും, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ നീ അതിന് മീതെ നടക്കും. ഒരിക്കലും ഒരു പ്രതിസന്ധിയും നിന്റെ മീതെ നടക്കില്ല, കാരണം നിനക്ക് ദൈവിക സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം, നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിച്ച് കളയും. അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ ശത്രുക്കൾ ഒരു വഴിയിലൂടെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ നിന്റെ ദൈവം അവരെ 7 വഴിയിലൂടെ ചിതറിച്ച് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഒരു ദൈവ പൈതലിന് ദൈവിക സംരക്ഷണം ഒരുക്കുമ്പോൾ അതേസമയം തന്നെ ഒരു ദൈവ പൈതലിനെ പാപത്തിലേക്ക് വലിച്ചിടാൻ, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. തിരിച്ചറിയേണ്ട കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ വലിയൊരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാത്താനെതിരെ മിഖായേലും അവൻ്റെ ദൂതന്മാരും പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരോടും പിശാചിനോട് യുദ്ധം ചെയ്തു, പക്ഷെ അവർ പരാജയപ്പെട്ടു. നീ വിശ്വസിക്കണം, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ മേൽ പിശാചിന് ഭരണം നടത്താനായിട്ട് കഴിയില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് എങ്കിൽ നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കാൻ പിശാചിന് കഴിയുകയില്ല. അതുകൊണ്ട് നീ ദൈവവിശ്വാസം ഉള്ള വ്യക്തിയായിട്ട് തീരുക. നീ ശക്തിപ്പെടേണ്ടത് ദൈവത്തിലാണ്. നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഏലിയ ഹോറേബിലേക്ക് പോകുന്നുണ്ട്.
ഏലിയ ഹോറേബിലേക്ക് മുമ്പ് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവം എന്ന് പറയുന്നത്, ജസബൽ രാജ്ഞി ഏലിയ പ്രവാചകൻ അനേകം പ്രവാചകന്മാരെ വധിച്ചതിൻ്റെ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കുകയാണ്, നാളെ പുലരുന്നതിന് മുമ്പ്, നാളത്തെ ദിവസം തന്നെ ഈ ഏലിയയുടെ ജീവൻ ഇതിന് മുമ്പ് മരിച്ച മറ്റ് പ്രവാചകന്മാരെ പോലെ ആയില്ല എങ്കിൽ ദേവന്മാർ എന്നോട് അതിന് കൂടുതലും ചെയ്യട്ടെ. ഈ വാക്ക് കേട്ടപ്പോൾ, ഈ വാർത്ത കേട്ടപ്പോൾ ഏലിയ ഭയന്നോടുകയാണ്. അങ്ങനെ ഈ ഏലിയ ഭയന്നോടുന്ന വഴിയിൽ, ഈ പോകുന്ന വഴിയിൽ മരുഭൂമിയിലൂടെ ഒരു ദിവസം യാത്ര പിന്നിട്ട് അവൻ തളർന്നു വീഴുകയാണ്. ഭയമുള്ള വ്യക്തി തളർന്നു വീഴുന്ന ഒരു സമയമുണ്ടാകും. നിരാശയുള്ള വ്യക്തി വീഴുന്ന ഒരു സമയമുണ്ടാകും. അവൻ തളരുന്ന ഒരു സമയമുണ്ടാകും. അതുതന്നെയാണ് ഈ ഏലിയ പ്രവാചകൻ, ഓടുന്ന ഏലിയ പ്രവാചകൻ ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവൻ തളർന്നു വീഴുകയാണ്. അവനൊരു വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു വീഴുകയാണ്. അങ്ങനെയുള്ള ഈ ഏലിയ പ്രവാചകനെ തട്ടി ഉണർത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവത്തിൻ്റെ ദൂതനാണ്. ഈ തളർന്ന് ഉറങ്ങുന്ന ഏലിയ പ്രവാചകനെ ഉയർത്തുന്നത്, തട്ടി വിളിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ആ ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ ഏലിയ പ്രവാചകനെ തട്ടി ഉണർത്തുമ്പോൾ അവനോട് പറയുന്നത്, നീ ഈ അപ്പവും ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പവും ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക. അങ്ങനെ അവൻ അത് കുടിച്ച് വീണ്ടും കിടക്കുകയാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വീണ്ടും അവനെ തട്ടി ഉണർത്തി പറയുക, ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നീ വീണ്ടും കഴിക്കുക. യാത്ര ദുഷ്കരമാണ്. യാത്ര ദുഷ്കരമായതുകൊണ്ട് ഈ അപ്പവും വെള്ളവും കുടിക്കുക. അങ്ങനെ അവൻ ആ ദൂതൻ്റെ വാക്ക് കേട്ട് അപ്പവും വെള്ളവും കുടിച്ച് 40 രാവും 40 പകലും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ യാത്ര ദുഷ്കരകരമായ യാത്രയാണ്. ഈ ഭൂമിയിലെ നിൻ്റെ ജീവിതം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. വളരെയധികം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും. നീ ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ സ്വീകരിക്കേണ്ടത് വിശുദ്ധ കുർബാന എന്ന ഭക്ഷണമാണ്. ഈ വിശുദ്ധ കുർബാന എന്ന ഭക്ഷണമാണ് ദൈവത്തിൻ്റെ മലയായ ഹോറബിലേക്ക് നിന്നെ നയിക്കുന്നത്. ഈ ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും യാത്ര ചെയ്ത് ചെല്ലുന്ന സ്ഥലം ദൈവത്തിൻ്റെ മലയായ ഹോറബിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് നിത്യജീവൻ, നിത്യരക്ഷ, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നൽകപ്പെട്ട ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക സംരക്ഷണം. ഈ വിശുദ്ധ കുർബാനയാകുന്ന അപ്പം നീ ഭക്ഷിക്കുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയാകുന്ന ജലം നീ ഭക്ഷിക്കുമ്പോൾ, ഇത് ഭക്ഷിച്ചു കഴിയുമ്പോൾ നീ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ഏലിയ പ്രവാചകൻ ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയക്കുകയാണ്. ഇന്ന് ഓരോ ദൈവത്തിൻ്റെ മകനും മകളും ദൈവിക സംരക്ഷണത്തിന് വേണ്ടി ദൂതനെ അയക്കുന്നുണ്ട്. അതാണ് ഈ തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ അവരുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ, അവരുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ ദൈവത്തിൻ്റെ ദൂതനെ അയക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ, ആ ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്കുകൾ ബോധപൂർവം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ അനുഗ്രഹം പ്രാപിക്കാൻ നിൻ്റെ ജീവിതത്തിൽ ദൈവദൂതൻ്റെ സാന്നിധ്യമുണ്ട്. നീ തിരിച്ചറിയണം, നീ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ട. ജെറമ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിനക്ക് സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് അവനോട് പറയുന്നത്, നീ പിഴുതെറിയുവാനും തകിടം മറിക്കുവാനും ഇടിച്ചു തകർക്കുവാനും ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. നീ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും നീ ഉത്കണ്ഠപ്പെടരുത്, നീ ഒരിക്കലും നിരാശനായി തീരരുത്. കാരണം നിൻ്റെ കൂടെ നിൻ്റെ ദൈവമുണ്ട്, നിൻ്റെ കൂടെ നിൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതിക സംരക്ഷണമല്ല ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനം. ഭൗതികമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയല്ല സുരക്ഷിതത്വം എന്ന് പറയുന്നത്.
ഭൗതികമായിട്ടുള്ള സമ്പത്തല്ല സുരക്ഷിതം, ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളല്ല ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. നിന്റെ സുരക്ഷിതത്വം നിന്റെ ദൈവത്തിലാണ്. നീ ദൈവത്തിൽ പ്രത്യാശയുള്ള വ്യക്തിയാണെങ്കിൽ നീ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 91:11, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. വീണ്ടും എഫേസോസുകാർക്ക് ഈ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ വചനത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. ഈ ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിന്നെ ശക്തിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ പരിചയമാണ്. ഈ പരിചയമുള്ളിടത്തോളം കാലം ദൈവിക സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ ഈ ദാവീദ് ഗോലിയാത്തിനെ നേടുന്ന ഒരു സംഭവമുണ്ട്. ഈ ഗോലിയാത്ത് മല്ലനായ ഗോലിയാത്താണ്. ഈ ഗോലിയാത്ത് ഇസ്രായേൽക്കാരുടെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുകയാണ്. കാരണം ഇസ്രായേൽക്കാർ തോറ്റോടുമ്പോൾ ഈ ഗോലിയാത്ത് ദൈവത്തെ പുച്ഛിച്ച് പറയുകയാണ്. ഇത് കേട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗോലിയാത്തിനെ നേരിടാനായിട്ട് ഇറങ്ങുന്ന ദാവീദിന് ഈ കവണയ്ക്കകത്ത് കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ ഈ ഗോലിയാത്തിനുള്ളതുപോലെ വലിയ പരിചയമോ വാളോ ഒന്നുമില്ല. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അവൻ സംരക്ഷണം നേടിയിട്ടില്ല, അവന് സംരക്ഷണം കിട്ടിയിട്ടില്ല, അവന് പഠിച്ചിട്ടില്ല, അവന് കവചങ്ങളില്ല, അവന് ചെരുപ്പില്ല, അവന് കിരീടമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിന് ഒന്ന് മാത്രം, ദാവീദിന് ദൈവം കൂടെയുണ്ട്. ദാവീദിൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ട് തെറ്റാലിക്കകത്ത് ഒറ്റ പ്രാവശ്യം അയക്കുമ്പോൾ ഈ കല്ല് ചെന്ന് ഈ ഗോലിയാത്തിൻ്റെ ശിരസിൽ പതിച്ച് അവൻ വീഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിനക്ക് ദൈവിക സംരക്ഷണമുള്ള വ്യക്തിയാണെങ്കിൽ, നിനക്ക് ദൈവിക സംരക്ഷണമുണ്ടെങ്കിൽ നിന്റെ ശത്രുവിന് നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിനക്ക് ദൈവിക സംരക്ഷണമുണ്ടെങ്കിൽ നിന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. നിനക്ക് ദൈവികമായിട്ടുള്ള പരിപാലന ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന വ്യക്തിയാണ് നീ. നിനക്ക് ദൈവിക സംരക്ഷണം നീ തിരിച്ചറിയുന്നുണ്ടോ? നീ ദൈവിക സംരക്ഷണം തിരിച്ചറിയുന്നുണ്ടോ? ആ ദാവീദിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദാവീദിൻ്റെ ദൈവമാണ്. നിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ ദൈവമാണ്. നിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ ദൈവമാണ്, നിന്റെ ഭൗതിക നേട്ടങ്ങളല്ല. നിന്റെ ശക്തി നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ല. പത്രോസിനും മറ്റു ശിഷ്യന്മാർക്ക് ഉറച്ച ബോധ്യം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ കീഴെ ഇനി വേറൊരു രക്ഷകനില്ല, ദൈവം മാത്രമേ ഉള്ളൂ, ഈശോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റോമ 10:9 യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിന്റെ ദൈവത്തിൽ നിനക്ക് ആശ്രയിക്കാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദൈവദൂതന്മാരുടെ സംരക്ഷണം നിനക്ക് നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. നിനക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. കർത്താവിൻ്റെ ദൂതൻ്റെ സംരക്ഷണം നിനക്കുണ്ട്. ആ സംരക്ഷണം നീ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ദൈവദൂതൻ്റെ സംരക്ഷണമുള്ള നിലയ്ക്ക് നീ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്കതാണ് സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ ബാലാം പറയുന്നുണ്ട്, ഈ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. അതിൻ്റെ ഒരു കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയല്ല.
വീണ്ടും യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ആഖിയർ ഹോളോഫർണസിനോട് പറയുന്നുണ്ട്, ഈ ജനത തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവരുടെ കൂടെ ദൈവമുണ്ട്. യൂദത്തിന്റെ പുസ്തകം 5:17 തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം തങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേൽക്കാരെ തോൽപ്പിക്കണമെങ്കിൽ അവർ പാപം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബാലാം പറയുകയാണ്, ഇസ്രായേൽക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്കെതിരെ ഒരു ശക്തിയും ഉയർന്നു നിൽക്കുകയില്ല. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? നീ വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? നീ ദൈവത്താൽ പ്രത്യേകം ചേർക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യമുണ്ടോ? കാരണം അങ്ങനെ ബോധ്യമുള്ളവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണണമെങ്കിൽ നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അറിയണമെങ്കിൽ ആദ്യമായിട്ട് നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിന് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 2 തിരുവചനം, നീ ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. അതിൻ്റെ കാരണം അബ്രാഹാം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവന് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ. ഈ ബോധ്യം ആഴമായിട്ട് വിശ്വാസത്തിൽ വളരാൻ നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ആ ദൈവിക സംരക്ഷണത്തിൽ നീ ആശ്രയിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് തിരിച്ചറിയാം. നമുക്ക് വേണ്ടി പരിപാലിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തെ നമുക്ക് കാണാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദൈവിക സംരക്ഷണത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. ഒത്തിരി പ്രതിസന്ധികളും വേദനകളും സഹനങ്ങളും ഉള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങളിന്ന് ശക്തരാണ്. കാരണം ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഞങ്ങളുടെ ഈശോ കൂടെയുണ്ടെന്ന്. കർത്താവേ, ഈ ബോധ്യത്തിലൂടെ അനുദിനം വളരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ശക്തിയായിട്ട് ഞങ്ങളുടെ ദൈവമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവേ, ഈ ബോധ്യത്തിൽ അനുദിനം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഇരു കരങ്ങൾ ഉയർത്തി ദൈവിക സംരക്ഷണം തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.